Audience. എന്റെ പൊന്നെ ഈ ആളെ കാണാൻ കിട്ടണില്ലല്ലോ. പണിയോട് പണി വന്നപ്പോ എല്ലാം കഴിഞ്ഞു വന്നു. ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാലായി. നല്ല പൈസ കിട്ടുന്നുണ്ടാവില്ല. റോസ് ചേച്ചിക്ക് വല്ല അയച്ചു കൊടുത്താന്നിട്ട് പിന്നെ അയച്ചു കൊടുക്കാതെ ഇന്നലെ അയച്ചു. മെനഞ്ഞാന്ന് വർക്ക്ഷോപ്പിൽ ഇരുന്നപ്പോ ഇളയ ഇറക്ക വീഡിയോ കോൾ ചെയ്തു. അപ്പൊ അവള് കണ്ടു കുറെ വണ്ടി നേരത്തെ ആ ഓയിലൊക്കെ പെറ്റിയിരിക്കുന്നത്. അപ്പൊ മനസ്സിലായി. പിന്നെ മെസ്സേജോട് മെസ്സേജ് പൈസ താ ഇട്ട് കൊടുത്തു. ഇന്ന് പണിയില്ലേ എന്നിട്ട് ഉണ്ടേ അങ്ങോട്ട് പോവാ. എനിക്കെന്തിനാ പൈസ? ഇല്ലിപ്പണ്ണിനല്ല, കനകമ്മച്ചിയുടെ ഇന്നാള് ഞാൻ ഒരു 500 രൂപ മേടിച്ചായിരുന്നു. കൊടുത്തു. അതങ്ങ് നേരിട്ട് കൊണ്ട് കൊടുക്ക്. ഇതെന്താ വാങ്ങിക്കുമ്പോൾ ഉള്ള ധൈര്യം തിരിച്ചു കൊടുക്കുമ്പോ ഇല്ലേ? അതല്ല, ഞാനിപ്പോൾ ഈ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ മച്ചം വിചാരിക്കും സസ്പെൻഷൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ സഹതാപം മൂലം കൊടുത്തായിരിക്കും. കേട്ടോ, ആരും പറഞ്ഞല്ല, ഞാൻ വെറുതെ ചിന്തിച്ചു കൂട്ടിയാണ്. ഇന്നാളി മേടിച്ച പൈസ അല്ല, അതിലൊരു ഇന്നാള് വെട്ടിക്കോ, ബാക്കി നമുക്ക് ഗഡുക്കളായിട്ട്. ഡെയിലി പണിയാ. പൈസ കിട്ടി തുടങ്ങിയപ്പോ ഒരു സന്തോഷം തിരിച്ചിടാൻ തോന്നിയല്ലോ. ഏട്ടൻ തന്നെ വെച്ചോ, കറങ്ങി തിരിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോ ഈ പൈസ തിരിച്ചു വയ്ക്കും. അപ്പൊ കൊടുക്കേണ്ടി വരും. ഗിരിരാജൻ ആരാന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. അവന്റെ നകളിപ്പ് ഞാൻ ഇന്നത്തോടെ നിർത്തും. ഞാൻ അവന്റെ ലണ്ടനിലും അയർലൻഡിലും നല്ലത്, ഇത് കേരള. ഇവിടെ അവന്റെ തോന്നിയാസം നടക്കില്ല. ഞാൻ ആരാന്ന് അവനെ കാണിച്ചു കൊടുക്കാം. കനക, കനക, ഇവനിത് എവിടെ പോയി കിടക്കത്? നിങ്ങളൊന്ന് അടങ്ങ, അവരകത്ത് എവിടെങ്കിലും കാണും. എവിടെ കനകനെ? എവിടെ അവനെ വിളിച്ചാ? ഏട്ടൻ ബാത്റൂമില്. അവനെ ബാത്റൂമിൽ കണ്ട നേരം. ക്ലീറ്റോ അവിടെ പണിയും തോറില്ലെങ്കിൽ അവനാ ഈ കാര്യത്തിന് നല്ലത്. ക്ലീറ്റോ എന്താന്ന് അവരെ വിളിക്കണേ. നിനക്ക് എന്ത് പറ്റിയടാ? അല്ലെ നിന്നെ ആരെങ്കിലും അടിച്ചാ? അല്ല ഏറ് കൊണ്ട് പന്നിയെ പോലെ വന്നിരിക്കുന്നത്. എന്റെ ഏറിയാലും കൊന്നാലും ചോദിക്കാനൊന്നും ഇവിടെ ആരുമില്ലോ. ചേട്ടാ നീ ഉണ്ടായിരിക്കണേ. നീ ഒരു ഒറ്റ കാരണം എന്ന് പറഞ്ഞു. ഞാൻ വല്ലോടത്ത് ചെന്ന് മൂക്കിനിട്ട് ഇടിയും കൊണ്ടിട്ട് ഇനിയിപ്പം എനിക്കായോ കുഴപ്പം? കാര്യം പറ. അവരെ വിളിക്കേ. വിളിച്ചില്ലേ ഞാൻ? ക്ലീറ്റോ ചേട്ടാ, ഇതിപ്പോ എല്ലാരോടും നാളാവിധം പറയാൻ നിൽക്കണോ? എല്ലാരും വന്നാ ഒരുമിച്ചാണ് പറയും. ഞാൻ ക്ലീറ്റോ ചേട്ടാ, എന്താടി കാര്യം പറ. ബാത്റൂമിലാ. ഇതെന്താടി രണ്ടുപേരും ബാത്റൂമില്? ഇതിപ്പോ ഒരു സിനിമയിലെ പറഞ്ഞ പോലെയാണല്ലോ, ഒരമ്മ പറ്റാളിയന്മാരെ പോലെ. എടാ നീ വരുമെന്നും പറഞ്ഞ് അവർക്ക് കുളിയും നനയൊന്നും വേണ്ടേ? കുളിക്കാൻ നനയ്ക്കും വേണമെന്ന് വെച്ചാൽ എന്റെ കാര്യം നോക്കാം. പിന്നെ ആരാള് എന്റെ കാര്യത്തിൽ ചോദിക്കാനും പറയാൻ ആള് വേണ്ടേ? എടി നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് വന്ന അവരോടും പറയണ്ടേ? എല്ലാവരും വന്ന് ഒരുമിച്ച് പറയാന്ന്. എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂല്ല, അപ്പൊ സമയം ലാഭിക്കാല്ലോ. അവനെ വിളിക്കേ, കാണിച്ചു കൊടുക്കാൻ ഞാൻ അവനെ. അയ്യോ ക്ലീറ്റോ അല്ല, പിന്നെ ഏട്ടനാ. ഏട്ടൻ എന്ത് ചെയ്ത്? അവരല്ലെന്ന്, തോമസ്, നമ്മുടെ വീടിന്റെ വടക്കുറത്ത് വന്ന് താമസിക്കുന്നില്ലേ അവൻ. എന്ത് ചെയ്ത്? അവൻ തോമസ് എന്ത് ചെയ്ത്? എന്റെ പൊന്നു കുഞ്ഞെ, അയാള് ബെർമൂട ഇട്ടുകൊണ്ട് നമ്മുടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നെന്ന്. എനിക്കറിഞ്ഞൂടാ. അവൻ ലണ്ടനിൽ അങ്ങനെ കിട്ടി നടന്നുണ്ടാവും, പക്ഷെ ഇവിടെ നടക്കാൻ പാടില്ല. ഇവിടെ ലുങ്കി കൊടുത്ത് നടക്കണം പറഞ്ഞു ഞാൻ. അത് തെറ്റാ? ലണ്ടനിൽ മാത്രമല്ല, ഇവിടെ കേരളത്തിലെ ഏത് കുഗ്രാമത്തിലും ആളുകൾ അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കണത്. എടി ബർമുഡ എന്ന് പറഞ്ഞ എന്താ? ബോംബെ എന്ന് വരുമ്പോ ഞാൻ ഇട്ടിരുന്നില്ലേ? ബർമുഡ എന്ന് പറഞ്ഞ എത്ര ഇറക്കം വേണം വേണ്ടേ? ഇത് ഈ വെട്ടിരിക്കുന്നത് എത്ര പോകുന്ന ഒരു സാധനം. അതിന് ക്ലീറ്റോ ഇട്ട ഷർട്ട് പോലത്തെ കുറെ പൂവുള്ള ഒരു സാധനം. നമ്മളൊക്കെ ഷെഡീനാ പറയുക അതിനെ. ആ സാധനം ഇട്ടോണ്ട് ഇവള് നിൽക്കുമ്പോ അതിന്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണു. സമ്മതിക്കോ ഞാൻ? എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി അയാൾ പിടിച്ചൊരു തള്ളു കൊടുത്തു. മൂക്ക് കണ്ടോ? മൂക്കും കുത്തി അങ്ങ് വീണു. നോക്കട്ടെ. എന്നിട്ട് അമ്മാവൻ തിരിച്ചല്ലിയാ? തിരിച്ചല്ലോന്ന് ചോദിച്ചാ തിരിച്ചു തല്ലുന്നത് നമ്മുടെ മാന്യതയ്ക്ക് ചേർന്നതല്ലോ. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് പുലി പോലത്തെ 2 മരുമക്കളുണ്ട്, അവരെ കൊണ്ടുവന്ന് ഞാൻ നിന്റെ തിരിച്ചു തല്ലോടാന്ന് പറഞ്ഞു. അതെന്തും വർത്താനം അമ്മാവ? അമ്മാവന്റെ മാന്യതയ്ക്ക് ചേർന്നതല്ലെങ്കിൽ പിന്നെ അവരുടെ മാന്യതയ്ക്ക് ചേർന്നാണോ തിരിച്ചു തല്ലുന്നത്? അല്ല എന്ന് പറഞ്ഞാ മാന്യതയ്ക്ക് പറ്റിയതല്ല. എന്താ ഇവിടെ? ഒന്നുമില്ല, ഒരു കാര്യമില്ല. ഇവരുടെ അയൽവക്കത്ത് തോമസ് ഇല്ലേ, തോമസ് അമ്മാവനെ പിടിച്ചൊന്ന് തള്ളിട്ടു മൂക്ക് കുത്തി വീണാണ്. അതിനിപ്പതേ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി ഒന്ന് തല്ലണം. വന്നേക്കണതാ. ആ ചേട്ടൻ ബെർമുട ഇട്ടെന്ന് ഇത്രേ ഉള്ള അത് ഷഡ്ഡിയായിട്ട് തോന്നി, അത് ഇടാൻ പാടില്ല എന്ന് തോമസിനോട് പല പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ അമ്മാവന് തോന്നിയ? അങ്ങനെ ഒരു കാര്യം, ഞാൻ അതുപോലെ വേഷം ഇട്ടിട്ട് അമ്മാവൻ അവന്റെ വീട്ടിൽ പോയി നിൽക്കണം. എടാ, അതിന് അവന്റെ വീട്ടിലെ പെണ്ണുങ്ങളുണ്ടോ? നമ്മുടെ വീട്ടിലെ ഈ കുട്ടി നിൽക്കല്ലേ, ഈ കുട്ടി മുമ്പിലാണ് ഇത്ര പോന്ന് ഷഡ്ഡിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ചോദിക്കണ്ടേ? അല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ക്ലീറ്റോ നല്ലത്. ക്ലീറ്റോ
ഇന്ന് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കും. ഇച്ചിരി നടങ്ങമ്മാവ. നിനക്കതറിയില്ല, വേദിച്ചിട്ട് വയ്യേക്ക്. ആണല്ലേ മരുന്ന് തുടങ്ങി ഓടുന്നു. ഇത് നോക്കടാ ക്ലീറ്റോ, എന്റെ ഒരുത്തൻ തല്ലി കഴിഞ്ഞ അവന് തിരിച്ചു തല്ലണമെന്ന് ആൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഏത് നായിന്റെ മാമാവിനെ തല്ലിയത്? അവനെ തീർക്കാൻ മാവ ആര് എപ്പോ സംഭവിച്ചു? എന്റെ വീടിന്റെ അടുത്ത് തോമസ് പറഞ്ഞൊരുത്തൻ എന്റെ ഭാര്യയുടെ അടുത്ത് ഷെഡിട്ട് വന്നു നിന്നപ്പോ ഞാൻ അവനോട് ചോദിച്ചാൽ അവൻ എന്നെ തള്ളിയിട്ടോടാ. അപ്പൊ ഞാൻ പറഞ്ഞു പുലിപോലുള്ള 2 മരോക്കളുണ്ട് എനിക്ക് ചോദിക്കാറുണ്ട്, വാടാ വന്നിട്ട് അവനോട് 2 വാക്ക് ചോദിക്കും, 2 കൊടുക്കവനെ വാ. അല്ല മാവ, ഞാൻ ഇന്നിപ്പോ ഇലക്ഷൻ പ്രചാരണത്തിന് പോകാനായിട്ട് നിൽക്കുകയാണ്. മാത്രമല്ല കാര്യം, നമ്മുടെ രാഷ്ട്രീയക്കാർ തെമ്മാടികളാണെങ്കിലും ഇലക്ഷൻ സമയത്ത് നമ്മൾ പൂച്ചകളാണ്. ഇലക്ഷൻ കഴിയട്ടെ മാവ, ഇലക്ഷൻ കഴിഞ്ഞ് അടുത്ത ദിവസം അവനെ പീസാക്കി നമ്മൾ പെട്ടിയിലാക്കി പാക്ക് ചെയ്യും. കനക നീ വാടാ, നീ വാ, വന്ന് ചോദിക്കും, അവന്റെ കയ്യും കാലും ഓടിക്കണടാ വാ. അല്ല, അമ്മാവനൊരു പ്രശ്നമുണ്ട്, ഉറപ്പായിട്ട് ഇടപെടും ഞാൻ, അറിയാമല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഞാൻ സസ്പെൻഷനിലാണ്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കുറുക്കിച്ചെന്ന് താടിയാ ഈ സസ്പെൻഷൻ അങ്ങ് നീണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പോൾ വരാൻ പറ്റില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എനിക്ക് വേണ്ട. മാവ, ഇലക്ഷൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ല, അത് കഴിഞ്ഞ് അതാണ്ട് വോട്ടിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ. ഒരാൾക്ക് ജോലിയാണ് വലുത്, ഒരാൾക്ക് രാഷ്ട്രീയ ഭാവിയാണ് വലുത്. അമ്മാവനെ കുറിച്ചൊന്നും ആർക്കും അറിയണ്ടല്ലോ. അതെ, സോറി, നിങ്ങളെ കുറിച്ച് അറിയാതെ പറഞ്ഞു പോയി. ആരും ഇടപെടണ്ട, എനിക്കൊരു തെറ്റ് പറ്റിയതാ. നീ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ആരും കേട്ടോ. ഇപ്പൊ അവനൊരടി അടിക്കണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്, വാ. അമ്മാവൻ വരതെ, ഞാൻ ഒരു വാക്കേ ഉള്ളൂ. എല്ലാത്തിനും സമാധാനമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം മാവ, വാ. ഞാൻ അങ്ങോട്ടില്ലേ? അവൻ കൂടെ പോകണ്ട, അല്ലെങ്കിൽ അവന് ജോലി എന്ന് പറയുമ്പോ അമ്മാവിന്റെ കാര്യത്തിലൊരു ശ്രദ്ധക്കുറവുണ്ട്. ഇലക്ഷൻ അങ്ങോട്ട് കഴിയട്ടെ, അമ്മായി നമുക്ക് ആ വഴി പോകാം. അമ്മ കുഴപ്പമില്ല, അത് നമുക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യാം. പക്ഷെ ഇപ്പം ഞാൻ ഇടപെട്ടുള്ള അവസ്ഥ അറിയാമല്ലോ നമുക്ക്. കുറച്ച് കഴിയുമ്പോൾ അമ്മ തണുക്കും, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. അല്ലെ ഞാൻ ഒന്ന് അങ്ങോട്ട് നമുക്കെന്നാ റെഡി ആവേട്ടാ, വാ പോണ്ടേ. നീ പോയി റെഡിയാണ് ഇപ്പം. എടി നീ ഇങ്ങനെ പറഞ്ഞ എടി അമ്മാവ് ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുമ്പോൾ ഒന്നാമത് എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാനിപ്പോൾ നിന്റെ കൂടെ ഡാൻസ് സ്കൂളിൽ വന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും? ഏട്ടൻ ഇപ്പൊ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ എത്ര ദിവസത്തിന് മുമ്പ് പറഞ്ഞു എൻ്റെ കൂടെ വരണമെന്ന്. എടി വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ലേ ഞാൻ വേറൊരു ദിവസം വരാം. ഇനി അവിടെ ഇനി വേറൊരു ദിവസം വരണ്ട, നമുക്ക് ഒരുമിച്ച് ഒരാൾ വയ്യാതെ കിടക്കുമ്പോഴാണ് കാണാൻ പോകേണ്ടത്. അല്ലാതെ ഇനി വേറൊരു ദിവസം പോയിട്ട് അതിന് അവരുടെ അസുഖം മാറിയിട്ടാണ് പോണത്. അല്ല നീ ഇപ്പം അങ്ങോട്ട് ചെല്ല്, നീ ചെന്നിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ ചെന്നോളാം, ഞാൻ ചെല്ലാതിരിക്കാൻ പറ്റൂലല്ലോ, ഞാൻ ചെന്നോളാന്ന്. ഇങ്ങനെ കരഞ്ഞിട്ട് പോകണം വരാൻ. അമ്മാവൻ ഇങ്ങനെ വന്ന സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇനി ഇവിടെ നിൽക്കണോളൂ, ഇനി അമ്മാവൻ്റെ കൂടെ പോവോ ഇടി വെക്കാനായിട്ട്? അമ്മാവ് അതൊക്കെ പറയും, നമുക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞ അമ്മാവന്റെ മുഖത്ത് നോക്കില്ലേ കൂടെ വരണ്ട, ഇടി വെക്കാൻ പോവോന്ന്. ഇല്ലെന്ന് ഞാൻ പോകും അങ്ങനെ. പോകണ്ട, എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ പറ്റില്ല. പക്ഷെ വേണ്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ മോശമാണ്. സ്വന്തം അമ്മാവനല്ലേ, വേറെ ആളാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതും വിട്ടലായിരുന്നു. അപ്പം അമ്മാവൻ വന്ന് അങ്ങനെ സങ്കടപ്പെട്ട് പറയുമ്പോഴത്തേക്ക് അവൾ ആശ്വസിപ്പിച്ച് കുറച്ച് കഴിയും കൊണ്ടുവരും. അപ്പം ഞാൻ ബാക്കി പറഞ്ഞോളാം. തഞ്ചി നിർത്താൻ നമുക്ക് വിഷമിക്കണം. നീ പെട്ടെന്ന് റെഡി ആയിട്ട് പോകാൻ നോക്ക്. നോക്ക് വേദനയുണ്ട് അമ്മാവാ. ശരിക്കും നമുക്ക് അവനെ തിരിച്ചടിക്കണം. അല്ല ഈ മൂക്കിലിങ്ങനെ ചെയ്ത് അത് ചെയ്യാൻ പാടില്ലല്ലോ, നമ്മുടെ വീടിൻ്റെ മുമ്പത്ത് വന്നിട്ട്. അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച അമ്മാവൻ തന്നെ തിരിച്ചു കൊടുക്കുമെന്നാണ്. അമ്മാവന് അതിനുള്ള ആരോഗ്യം ഉണ്ടല്ലോ. ഇപ്പം ഇവർക്കാണെങ്കിലും ക്ലീറ്റോയ്ക്കാണെങ്കിലും ഒരടി ഒരാൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുത്തത് തന്നെ. നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അതാ. പിന്നെ ഉണ്ടല്ലമ്മേ, ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ ഇപ്പം അങ്ങനെ സംഭവിക്കില്ല, സംഭവിച്ചാലത്തെ കാര്യമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ അളമുട്ടിയ ചേരയും കടിക്കുമെന്നാണ് പറയണേ. അമ്മാവൻ്റെ അടിയും മിറ്റ അല്ലെങ്കിൽ ക്ലീറ്റോൻ്റെയും കനകൻ്റെ അടിയും മിറ്റ താങ്ങാതെ അയാളൊരു അടി അടിച്ചെങ്കിൽ പിന്നെ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അമ്മാവ. നമ്മുടെ കുടുംബത്തിൻ്റെ മാനം കപ്പൽ കയറും. കാരണം നമ്മളെ നോക്കി ഒരാളൊരു അമ്മാന്നൊരു അക്ഷരം മിണ്ടുമല്ലോ. എന്തുകൊണ്ടാണ്? നമ്മുടെ കുടുംബം ഉണ്ടാക്കി വെച്ചാൽ പേടി കൊണ്ട്. അതുകൊണ്ട് അടിക്കണം, പക്ഷെ അടിക്കണോ എന്ന് രണ്ടാമത് നമ്മളൊന്ന് ചിന്തിക്കണം. അത് അമ്മാവൻ്റെ ഇഷ്ടം. അല്ലെങ്കിൽ തന്നെ ഈ അവർ ചുമ്മാ ഇരിക്കും, കൈയും കെട്ടിയിരിക്കും. ഒരു അടിയുണ്ടായി അവരെല്ലാവരും കൂടെ വന്ന് ആകെ ബഹളം ആവത്തില്ലേ? എന്തിനാണ് നാണക്കേടിന് പോണ്ട? മക്കളങ്ങ് ക്ഷമിക്കുക കേട്ടാടാ. ഇവർ പറയുന്നത് കേക്ക് ചേട്ടാ, ഞാൻ എത്ര വട്ടം നിങ്ങളുടെ പറഞ്ഞു. ഇതാ കുഴപ്പം. അങ്ങനെ ഒരാളെ പേടിച്ചിട്ട് എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? അങ്ങോട്ടൊക്കത്തൊന്നുമില്ല. അടിച്ചാൽ തിരിച്ചടി. എനിക്ക് 2 പേരുണ്ട്, അവർ ചെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അവർ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ പത്തി ഒന്ന് താഴും. അതിനെങ്ങനെ? എന്റെ അപ്പ ചുമ്മാ വഴക്കുണ്ടാക്കണേ കാട്ടുന്നല്ല, കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത്. അപ്പൊ അതങ്ങ് മറക്കും. അങ്ങനെ മറക്കാൻ പറ്റത്തില്ല.
പൈസ കൊടുക്കാതെ കൊടങ്ങാളെ നല്ല ചെങ്കീരി പിള്ളേരെ ഇറക്കി തരാം അമ്മമാർ നല്ല അടിയടിക്കും. ഗുണ്ടകളെയോ? അതൊന്നും പറ്റില്ല. അതൊന്നും പറ്റില്ല. എൻ്റെ 2 മരുമക്കളുണ്ട് പുരി പോലെ, അവർ വന്ന് തല്ലുന്ന പറഞ്ഞു. അത് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മാവ, ഈ മറ്റെന്താണ് പേര്, ലണ്ടൻകാരൻ്റെ പേര് തോമസ്. പേര് പറയരുത് ഇവിടെ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ തോമസിന് അമ്മാവൻ്റെ മരുമക്കൾ ഞാനും കനകനുമാണെന്ന് അറിയാമോ? ഞങ്ങളെ അറിയാമോ? അയാൾ കണ്ടിട്ടുണ്ടോ? അതറിയാൻ വഴിയൊന്നുമില്ല. അയാൾ ലണ്ടനിൽ നിന്ന് ഇപ്പോൾ അവിടെ വന്ന് താമസമായിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങളവിടെ വന്ന് പോയിട്ട് ഏതാണ്ട് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞില്ലേ? അടിക്കണോടാ, അടിക്കണം. ഒന്നും മിണ്ടാതിരിക്കണേ ഇവിടെ. ഞാൻ എൻ്റെ നല്ലപ്പം കാലത്ത് കല്യാണം കഴിച്ചെങ്കിൽ എനിക്ക് ഇതുപോലെ 2 മക്കളുണ്ടായിരുന്നു. എന്നാ പിന്നെ ആരുടെയും കാലടിയും പിടിക്കേണ്ടെന്ന് വന്നിരുന്നില്ലേ? പെണ്ണും കൊടുത്തില്ല. അത് മതിയായിരുന്നു, ഞാനെങ്കിലും രക്ഷപ്പെട്ടേനെ. അല്ല, അതെ, ചുമ്മാ ഇരുന്ന് നിങ്ങൾ ഈ ആവശ്യം എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ, വഴി ഉണ്ടാക്കാനൊക്കെ നീ ഒന്ന് വന്നാണെന്നോ? ഒരു തീരുമാനം ഉണ്ടാക്കാം. അമ്മ ഒന്ന് സംസാരിക്കാം, ചെറിയൊരു കേസ്. പിന്നെ ഞാൻ വെറുതെ എന്നെ ബോധിപ്പിക്കാൻ പോവുക. ഒരുത്തനവൻ്റെ രാഷ്ട്രീയ ഭാവി, മറ്റവനവൻ്റെ ജോലി. നിക്കർ എന്തോരം ഉണ്ടായിരുന്നു? നിക്കർ ഞാൻ ടാപ്പ് എടുത്ത് അളന്നൊന്നുമില്ല. വാ, ഇപ്പോൾ ഈ സംഭവം അമ്മാവും വന്ന് ഇങ്ങനെ വിഷമം പറയുമ്പോഴേ, ഇലക്ഷൻ അല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ പോയി ആ തോമസിൻ്റെ നിക്കറും വലിച്ചു കയറി അവനെ തിരിച്ച് ഞാൻ ലണ്ടനിൽ പറഞ്ഞു വിട്ടിട്ട് അടങ്ങുള്ളായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും നേരിട്ട് ഇടപെടാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ബെർമുഡ എന്ന് പറഞ്ഞാൽ എല്ലാവരും സർവ്വസാധാരണ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ 2-3 വീടുകൾ മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. ആൾക്കാർ മുഴുവൻ ബെർമുഡയായിട്ട് ബനിയനെ വിട്ടൊക്കെയാണ് നടക്കുന്നത്. വേറൊരു സൈഡ്. അപ്പോൾ നമുക്ക് ഒരു നിയമത്തിൻ്റെ വശത്ത് നിൽക്കുന്ന ഒരാളെന്നില്ല എനിക്ക് വേണ്ടി ചോദിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അതല്ലേ ഇപ്പോൾ ഇലക്ഷനായിട്ട് ഇരിക്കണമെങ്കിൽ ഒന്നും ചെയ്യാം. എന്നാലും അമ്മാവനെ ഇങ്ങനെ മോശം പറഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് അത് കേട്ടിട്ട് സഹിക്കില്ല. അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. ഈ പറഞ്ഞ കണക്ക് അമ്മാവനിപ്പോൾ നമ്മളുണ്ടെന്നൊരു ധൈര്യമുണ്ട്. അതെ, അല്ല, ചീരത്തോട്ടത്തിലെ കേസൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ പോയതിൻ്റെ ഒരു ഇതാണ്. ഇപ്പം എവിടെ ചെന്നാലും അമ്മാവൻ ആദ്യം പറയണത് എനിക്ക് 2 മരുമക്കളുണ്ട് ഉണ്ടെന്നാണ് പറയണത്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് നമ്മൾ ഇതിനകത്ത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇടപെടണം. ഞാനതാണ് വേറൊരു ഐഡിയ ഇങ്ങനെ ആലോചിച്ചത്. അതായത് ഇപ്പം ഈ തോമസിന് എന്തായാലും മരുമക്കൾ അറിയില്ല, നമ്മളറിയില്ല. അമ്മാവൻ പറഞ്ഞല്ലോ, നമുക്ക് അമ്മാവനെ സമാധാനിപ്പിക്കാൻ മരുമക്കൾ അവിടെ ചെല്ലുകയും വേണം. നമുക്ക് പോകാനും പറ്റില്ല. നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചത് നമുക്ക് പകരം 2 പേരെ നമ്മൾ അവിടെ ഇറക്കുന്നു, 2 മരുമക്കളെ. മനസ്സിലായ? ഡേ കനകനെന്നും ക്ലീറ്റോന്നുമാണ് അവരുടെ പേര്, അവിടെ ചെല്ലുന്നവരുടെ പേര്. അമ്മാവൻ്റെ മരുമക്കളുമാണ്. നമ്മളല്ല പോണത്, വേറെ 2 പേര് പകരക്കാരായിട്ട് പോകും. പക്ഷെ വേറെ പ്രശ്നമുണ്ട്. നമ്മളവിടെ ഇപ്പം നമ്മളെപ്പോലെ പെരുമാറാത്തവരാണെങ്കിൽ പ്രശ്നമാവണേ. നമ്മളിപ്പോൾ സമാധാനത്തിൻ്റെ ദൂതന്മാരായിട്ടാണല്ലോ വിടുന്നത്. അല്ല, അതെ, അവിടെ പോയിട്ട് അമ്മാവൻ്റെ അടുത്ത് പാടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും അവിടെ പോയിട്ട് നമ്മൾ സമാധാനം സംസാരിക്കാനല്ലേ പോണത്. അത് നമ്മൾ ഈ പോണവരടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവിടെ പോയി നമ്മൾ ക്ഷമ പറയാനാണ്, മാപ്പ് പറയാനാണ്, ചെയ്തത് തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാനാണ് നമ്മൾ അവരെ ഏർപ്പാടാക്കി വിടണം. അങ്ങനെയുള്ളവരെ വിടും നമ്മൾ. അപ്പം അങ്ങനെയുള്ളവരെ വിടാവൂ. അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഇവിടെ പോയിട്ട് സംസാരിച്ച് സ്നേഹത്തിൻ്റെ ദൂതുമായിട്ടൊക്കെ ചെന്ന് കയറിയിട്ട് പിന്നീട് അമ്മ അറിഞ്ഞല്ലോ, അതൊരു 3-4 ദിവസം കഴിയുമ്പോൾ സംഭവം അങ്ങ് തണുക്കും. അല്ലെങ്കിൽ തന്നെ അവന്മാരൊന്നും ഇപ്പോൾ എന്നിവിടെ നിൽക്കണം. അവർ അടുത്ത ദിവസമൊക്കെ ലണ്ടനിൽ കയറി തിരിച്ച് പോകും. അവന്മാർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ആണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് കണ്ണു മുമ്പ് കാണുന്നതുകൊണ്ടൊക്കെയുള്ള പ്രശ്നമാണ്. അതങ്ങ് തണുക്കും. ഒരു മാപ്പ് പറച്ചിൽ അതോടെ സംഭവം കഴിയും. ശരി. പക്ഷെ ആര് പോവും? ആ 2 പേർ. അതിന് പറ്റിയ 2 ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട്. ആര്? നീറ്റലുണ്ടാവോ? ഏയ് ബെസ്റ്റ് മരുന്നാണ്. മരുന്ന് കിട്ടിയാടി? ഇത് എവിടുന്നത്? ഡാഡി എപ്പോൾ ഇടികൊണ്ട് വന്നാലും അമ്മ ഇത് തേച്ചു കൊടുക്കും, പെട്ടെന്ന് മാറും. മതി മോനെ, മതി. നീ എവിടെയെങ്കിലും ഉണ്ടോ? അവൻ കഴുത്തിൽ പിടിച്ചപ്പോഴേ കഴുത്തിന്റെ ഉള്ളിൽ വേറുണ്ട്, ചങ്കില്. അത് പറ്റില്ല, ചതവ് മാത്രമേ ഇതും കൊണ്ട് മാറുള്ളൂ. അത് ഉപ്പുവെള്ളം വല്ലതും കൊണ്ടാ മതി. പിന്നെ കടലിൽ പോയി കിടന്നാ പോരെ. കട്ടൻ എന്തെങ്കിലും എടുക്കണോ? ഈ മരുന്ന് എടുത്താൽ ഞാനിത് പറയാൻ വിട്ടുപോയി. നല്ല സാധനമാണ് മാവ, പെട്ടെന്ന് മാറും. അമ്മാവനൊരു പ്രശ്നം വന്നാൽ അത് ഞങ്ങളുടെയും പ്രശ്നമാണ്. അതിന് ഉറപ്പായിട്ട് നമ്മളൊരു പരിഹാരം കാണും. വിഷമിക്കരുത്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രശ്നം പറഞ്ഞു തീർന്നിട്ട് ബാക്കി പറഞ്ഞാൽ മതി. എനിക്കിപ്പോൾ ഈ സ്റ്റേഷനിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് നേരിട്ടിറങ്ങാൻ പറ്റൂല. അവന് രാഷ്ട്രീയ ഭാവി നോക്കണം. പക്ഷേ ഞാൻ ഇരിക്കവിടെ പറഞ്ഞു തീർക്കട്ടെ, നമുക്കൊരു പരിഹാരം കാണാം. ഇങ്ങനെ 2 പേര് അവിടെ ചെല്ലണം, അത്രയല്ലേ ഉള്ളൂ. 2 പേര് അവിടെ ചെന്ന് അമ്മ പറഞ്ഞ മരുമക്കള് പോണം. മാവ ഇപ്പോഴത്തെ സാഹചര്യവശാൽ അവനും പോകാൻ പറ്റില്ല, എനിക്കും പോകാൻ പറ്റൂല. ഇരിക്കേ, ഞാൻ പറഞ്ഞു തീർന്നില്ല.
നമുക്കിപ്പോൾ എന്താ വേണ്ടത്? തോമസിന് പോയിട്ട് ഒന്ന് വെട്ടണം. നമ്മുടെ അമ്മാവന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കണം. അത്രയല്ലേ ഉള്ളൂ. മരുമക്കള് പുലികൾ മരുമക്കൾ ഇവിടെ പോയിരിക്കും, 2 പുലികൾ പോകും. പക്ഷേ ഞങ്ങൾക്ക് പകരം 2 കേമന്മാരെ ഞങ്ങൾ ഇറക്കും. തോമസിന് ഞങ്ങളെ അറിയില്ലല്ലോ. അറിയില്ല. ഇല്ല. നമുക്ക് 2 മരുമക്കളെ ഇവിടെ ഇറക്കിയാ പോരെ? അതാരാന്ന്? DDT പാർട്ടിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നേരിടാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന തുറുപ്പ് ചീട്ട് നടരാജൻ. പിന്നെ കൊടുങ്ങാവിളയിലെ എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന ടൈഗർ റൊണാൾഡ്. ഇത് നിങ്ങള് അമ്മാവൻ എന്താ വിചാരിച്ചത്? എന്ത് നടരാജനെ പറ്റി എന്താ വിചാരിച്ച? നടരാജനെ കുറിച്ച് എൻ്റെ അമ്മാവൻ നടരാജൻ്റെ എല്ല് കയറിയിട്ട് എത്ര എണ്ണത്തിന് അറിയാമോ പ്രശ്നമായിട്ട് ആശുപത്രികൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ. പിന്നെ റൊണാൾഡ് ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തന്നെ പ്രശ്നം തീരൂലേ? ഹേടാ നീ അന്ന് മറ്റേ ഗിൽബർട്ടിന്റെ പ്രശ്നത്തിൽ നീ സോൾവ് ചെയ്ത് ചുമ്മാ ക്ലീറ്റോ മിണ്ടാപ്രാണീനെ ഒന്നും വിടല്ലേ ക്ലീറ്റോ. അങ്ങ് ചുമ്മാ ഒന്ന് അറിയണം. എന്നാ പിന്നെ റൊണാൾഡോ നടരാജനും പോട്ടെ. പിന്നെ റൊണാൾഡോ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് എങ്ങനെ ആരോട് എങ്ങനെയൊക്കെ സംസാരിക്കണമെന്നൊക്കെ ഞങ്ങൾ പറയും. അതനുസരിച്ച് പെരുമാറാവും. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ഓക്കെ. അതെ, ആദ്യം ചെന്ന വഴിക്ക് അവൻ്റെ മുടിക്ക് ഇങ്ങനെ പിടിച്ചൊരു 3 റൗണ്ട് ഇങ്ങനെ ചുറ്റിയിട്ട് നിലത്തൊരൊറ്റ അടി അടിക്കണം. അവൻ മൂക്ക് കുത്തി വീഴണം. എന്നാ അങ്ങനെ ചെയ്ത് അവന്റെ നിക്കറിന് വേണ്ടി മുണ്ടുടിപ്പിച്ചിട്ടേ ഞങ്ങൾ വരത്തുള്ളൂ. ഓക്കെ. എന്താ ഞാൻ പറയുന്നത്, ഇനി തല്ലാനും ചവിട്ടാനും ഒന്നും പോണ്ട. പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചെന്ന് 2 ചീത്ത വിളിച്ചിട്ടേക്ക് പോരണം. അതും കൊള്ളാം. മതിയാവും, അതിൽ തന്നെ തീർന്നോളും. അത് എന്തായാലും എനിക്ക് ചോദിക്കാനും പറയാനും 2 പുലികളുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ചെന്ന് ചോദിക്കണം. ഇനി അവൻ എന്നെ കാണുമ്പോൾ തല താഴ്ത്തി പോകണം. അത്രേ ഉള്ളൂ അമ്മാവ. അത് തന്നെയാണ് പെവന്മാരെ വിടണത്. കേട്ടാ. പിന്നെ അവിടെ ചെന്ന വഴിക്ക് ഗിരിരാജന്റെ മരുമക്കളാണെന്ന് പറഞ്ഞിട്ട് വേണം തെറി പറയാൻ. അതിന് പറയാതിരിക്കുമോ? എൻ്റെ ദൈവമേ, ഇനി വലിയ അടിയോ ബഹളോ നടന്ന് കാണുമോ എന്തോ. എന്നാ പിന്നെ ഇനി അവിടെ താമസിക്കാൻ വേണ്ട. നീ പോടി പേടിത്തോണ്ടി ആയിരുന്നു. ഞാൻ അവിടെ തന്നെ താമസിക്കും. എനിക്കാരും പേടിയൊന്നുമില്ല. നിങ്ങൾ ബഹളം വെക്കണ്ട. ഞങ്ങൾ 2 പേരെടുത്ത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിട്ടുണ്ട്. അവന്മാരിത് ആദ്യമായിട്ടൊന്നല്ലോ ഇതൊക്കെ ഡീൽ ചെയ്യണത്. കേട്ടാ, അവന്മാരെല്ലാം പിള്ളേർ വേണ്ട രീതി സമയം കൊടുക്കണം അവർക്ക്. പോയ വഴിക്ക് തന്നെ അവനെ ചുരുട്ടി കൂട്ടി ഇടിച്ചിട്ട് പിള്ളേർ വരും. നോക്കിക്കോ നീ. അതൊക്കെ റൊണാൾഡിന് അറിയാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത്. എൻ്റെ പേടി. അവനിടയ്ക്ക് വിശപ്പുണ്ടാവാതിരുന്നാൽ മതി, അതേ ഉള്ളൂ. അവൻ അങ്ങനെയല്ലേ ചെയ്തേ? അല്ല, അവനറിയണം. ഗിരിരാജനെ തൊട്ട എന്താ സ്ഥിതിന്ന് അവനറിയണം. ഇവിടെ വരട്ടെ അവര്. അവൻ സമാധാനമായിട്ട് നിൽക്കേ. ഫോട്ടോ വരുന്നുണ്ടടി. എന്തായോ എന്താടാ? ചുന്നങ്ങോട്ട് കയറി 1ഉം 2ഉം പറഞ്ഞു. പിന്നെ അടിയെന്ന് പറഞ്ഞാലോ ക്ലാസ് അടി. ഒറ്റയടിക്ക് കണ്ണു കലങ്ങി പോയി. നോക്കിയപ്പോ ഒരു 3-4 നടരാജന്മാർ തറ കിടന്ന് മാപ്പ് പറയാൻ തലവരുത്തു. ഇങ്ങനൊരു തലയിടുന്നത് ആദ്യമായിട്ട്. മാമനുള്ളത് മാറ്റി വെച്ചിട്ട് നേരിട്ട് തരും. എടാ, ഗിരിരാജൻ അമ്മാവൻ്റെ മരുമക്കളാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് പറഞ്ഞപ്പോഴല്ലേ കൈവെള്ളയെ പൊക്കിയത്. അതോ തോമസിന്റെ മരുമക്കളൊന്നും വൃത്തിയായിട്ട് അടിക്കറിയും. അടി കൊണ്ട് തത്തി എനിക്ക് അവരോട് ആരാധന വരെ തോന്നിപ്പോ. അടിപൊളിയായിട്ട് അടി. മാപ്പ് പറയാനല്ലേ നിങ്ങൾ പോയത്? അതെ, അതിനാണല്ലോ നിങ്ങളെ പറഞ്ഞു വിട്ടത്. അത് ശരി. അപ്പൊ മാപ്പ് പറയാനാണ് നിങ്ങൾ പോയത്? പിന്നെ അല്ലാതെ അമ്മാവ എന്തോന്ന്, ഒരു സ്ഥലത്ത് താമസിക്കുന്ന കാലാകാലം ഒരുമിച്ച് താമസിക്കേണ്ടവരല്ലേ? പിന്നെ അവരുടെ അടുത്ത് ശത്രുത ഉണ്ടായിക്കൊണ്ടിരുന്ന ഞങ്ങൾ തന്നെ മാപ്പ് പറയാൻ പറഞ്ഞു വിട്ടത്. അല്ലെങ്കിൽ തന്നെ മാപ്പ് പറയാൻ ഈ ഗതി അടിക്കാൻ പോയി അവസാനിച്ചു. എന്റെ പൊന്നു മാമ, അങ്ങേര് ജെട്ടി കിട്ടോ മുഴുവനെ എങ്ങനെയും അവിടെ നിന്നോണ്ട് നിങ്ങൾ ആ ഭാഗത്തോട്ട് നോക്കാനേ പോകണ്ട. അഥവാ നോക്കുക ഇവിടെ വന്ന് പരാതി പറഞ്ഞ് എന്നെ വിടരുത്. 2 പിള്ളേരൊരു പെണ്ണുകൊണ്ട് പെട്ടി വെക്കാനെങ്കിലും ഒരു ഇച്ചിരി മാംസ കുടങ്ങളെ കൊണ്ട് കൊടുക്കണം. അപ്പന് ഞാനെന്ത് ചെയ്യും? എന്തായാലും 2 ദിവസത്തേക്ക് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അല്ലെങ്കിലും 2 ദിവസം നിൽക്കാനാണല്ലോ ഞങ്ങൾ വന്നത്. നിന്നിട്ടേ പോകണല്ലോ. അത് അവനെ പേടിച്ചിട്ടൊന്നല്ല. അതെ, നിങ്ങൾ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിന്നോ, ഞാൻ പോവാ. എനിക്ക് അയാളെ പേടിയൊന്നുമില്ല.
അതാ അത് കീറ് കിട്ടുമ്പോ പഠിക്കും.